ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന വയലൻ്റ് ആയിട്ടുള്ള ക്രൈമുകളും വളരെ ബ്രൂട്ടലായിട്ടുള്ള ക്രിമിനൽ ആക്റ്റുകളൊക്കെ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്, അല്ലെങ്കിൽ ഇതൊക്കെ പരിഹരിക്കുന്നതിന് ഒരു പരിധിവരെ നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് കഴിയും, അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു വയലൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബ്രൂട്ടലായിട്ടുള്ള ഒരു ക്രൈം നടന്നു കഴിയുമ്പോൾ പൊതുസമൂഹത്തിന് മൊത്തത്തിൽ അവരുടെ ഒരു പ്രധാനപ്പെട്ട ആഗ്രഹം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു ക്രൈം നടന്നു എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും അല്ലെങ്കിൽ മിക്കവാറും തന്നെ ഒറ്റ കാരണമായിരിക്കില്ല ഇതിൻ്റെ പിന്നിലെന്നുള്ളത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഭൂരിഭാഗം ആൾക്കാരും ഏതെങ്കിലും ഒരു കാരണം കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നുള്ള രീതിയിൽ വിലയിരുത്താനാണ് അവർ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലാണ് പലപ്പോഴും ചർച്ചകളൊക്കെ പോകുന്നത്. ചിലപ്പോൾ ലഹരിയെ കുറ്റം പറയുന്നുണ്ടാവും, ചിലർ മാനസികാരോഗ്യത്തെ കുറ്റം പറയുന്നുണ്ടാവും, പ്രണയ നൈരാശ്യത്തെ കുറ്റം പറയുന്നുണ്ടാവും, സാമ്പത്തിക പ്രശ്നങ്ങളെ കുറ്റം പറയുന്നുണ്ടാവും. പക്ഷേ യഥാർത്ഥത്തിൽ പലപ്പോഴും ഇതിൻ്റെ എല്ലാം തന്നെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അനാലിസിസ് അല്ലെങ്കിൽ ഒരു ഡീപ്പായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ നടത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു കോമ്പിനേഷനാണ് ഇത്തരത്തിലുള്ള ബ്രൂട്ടലായിട്ടുള്ള വയലൻ്റ് ആയിട്ടുള്ള ആക്റ്റുകളിലേക്ക് എത്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഒരു പ്രശ്നത്തിന് നമ്മൾ നോക്കിക്കാണുമ്പോൾ അത് ഇമോഷണലി അല്ലെങ്കിൽ വൈകാരികപരമായിട്ട് ഏതെങ്കിലും ഒറ്റ കാരണം കൊണ്ടാണ് അത് സംഭവിച്ചിരിക്കുന്നത് എന്ന് തെറ്റായ അണ്ടർസ്റ്റാൻഡിങ്, തെറ്റായ അസംഷനിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പലപ്പോഴും അത് വീണ്ടും ആവർത്തിക്കാതിരിക്കുന്നതിന് സ്വീകരിക്കേണ്ട നടപടികളിലേക്ക് എത്താതിരിക്കുന്നതിന് പലപ്പോഴും വിഘാതം സംഭവിക്കുകയാണ്. അപ്പോൾ അത് ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. പല രീതിയിലുള്ള മുൻകരുതലുകളും നിയന്ത്രണങ്ങളും അല്ലെങ്കിൽ നടപടികളൊക്കെ എടുത്താൽ മാത്രമേ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആവർത്തിക്കാതെ മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യമാണ്. അതോടൊപ്പം പലപ്പോഴും പൊതുസമൂഹം വലിയ ആശങ്കയിലാണ്. പലരും ഈ ഒരു സംഭവത്തിന് ശേഷം, ഈ അടുത്ത നാളുണ്ടായ ഒരു സംഭവത്തിന് ശേഷം ധാരാളം ആൾക്കാർ ആ വാർത്ത വന്നതിന് ശേഷം അന്ന് രാത്രി പലർക്കും ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ലെന്നും അവരുടെ മക്കളെ എങ്ങനെ പുറത്തേക്ക് അയക്കും എന്നുള്ള രീതിയിലൊക്കെ പലരും വലിയ ആശങ്കപ്പെട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ആയിരിക്കുന്നത് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതും ലഘൂകരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ സമൂഹത്തിൽ എക്സെപ്ഷണലായിട്ട് അല്ലെങ്കിൽ റെയറായിട്ട് നടക്കുന്ന സംഭവങ്ങളെ ഓർത്ത് നമ്മളുടെ ഒരു ജനറൽ ആയിട്ടുള്ള ലൈഫിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ പലപ്പോഴും അത് തെറ്റായ ഒരു രീതിയിലേക്ക് നമ്മളെ എത്തിക്കുകയും ഒരു ഫുള്ളി ഫങ്ഷനിങ് ആയിട്ടുള്ള ലൈഫിന് വിഘാതം സൃഷ്ടിക്കുകയും ചെയ്യും എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യമാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ദിവസം നമ്മൾ രാവിലെ യാത്ര തിരിക്കാനായിട്ട് വാഹനത്തിൽ കയറുന്നതിന് മുമ്പേ ഈ കേരളത്തിൽ നടക്കുന്ന റോഡ് അപകടങ്ങളിലൂടെ മരിക്കുന്ന ആൾക്കാരുടെ എണ്ണമാണ് നമ്മുടെ മനസ്സിനകത്തേക്ക് വരുന്നതെങ്കിൽ ഇപ്പോൾ ഒരു വർഷം 4000-5000-ഓളം പേര് റോഡ് അപകടങ്ങളിൽ മരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഓർത്ത് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും വണ്ടിയിൽ കയറാനോ യാത്ര ചെയ്യാനോ കഴിയില്ല. പക്ഷേ അതേസമയം നമ്മൾ പരിഗണിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കോടിക്കണക്കിന് ആൾക്കാർ ഓരോ ദിവസവും സേഫായിട്ട് വാഹനങ്ങൾ യാത്ര ചെയ്ത് വീടുകളിൽ എത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള എക്സെപ്ഷണലായിട്ടുള്ള റെയറായിട്ടുള്ള, അതേസമയം ബ്രൂട്ടലാണ് എന്നുള്ള വസ്തുത ഞാൻ അംഗീകരിക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള റെയറായിട്ടുള്ള ഇൻസിഡൻറ്റ് നമ്മുടെ പേഴ്സണൽ ലൈഫുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ വലിയ ഡിസപ്പോയിൻറ്റഡ് ആയി പോകും എന്നുള്ള വസ്തുതയാണ്. അപ്പോൾ അത് വിട്ടിട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള ലൈഫ് ഫുള്ളായിട്ട് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്തരത്തിലുള്ള ഒരു വയലൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബ്രൂട്ടലായിട്ടുള്ള ആക്റ്റുകൾ ചെയ്യുന്നവരൊക്കെ തന്നെ മോസ്റ്റ് ഓഫ് ദ കേസിലും അവരാദ്യമായിട്ട് ചെയ്യുന്ന ഒരു അബ്നോർമൽ അല്ലെങ്കിൽ ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റി ആയിരിക്കില്ല ഇത്. അപ്പോൾ അവരുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാർ, അവരുടെ ഫാമിലി മെമ്പേഴ്സ്, ക്ലോസ് ഫ്രണ്ട്സ്, അവരൊക്കെ തന്നെ ആ വ്യക്തിയുടെ ഹിസ്റ്ററിയിൽ അല്ലെങ്കിൽ പണ്ട് കാലങ്ങളിൽ അവരുടെ ഭാഗത്ത് നിന്നുണ്ടായ ആൻറ്റി സോഷ്യൽ അബ്നോർമൽ ആക്ടിവിറ്റികളൊക്കെ വിറ്റ്നസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ റിക്കർ ചെയ്ത് വരുമ്പോൾ അല്ലെങ്കിൽ പലതവണ ആവർത്തിക്കുമ്പോൾ അത് പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യുകയാണ് വേണ്ടുന്നത്. പലപ്പോഴും അത് കവറപ്പ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അത് അവരുടെ ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പർ ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ദോഷം വരുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ പിന്നീട് ശരിയാവുമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം. പലപ്പോഴും അത്തരത്തിലുള്ള അസംഷൻ വളരെ വയലൻ്റ് ആയിട്ടുള്ള ബ്രൂട്ടലായിട്ടുള്ള
ആക്റ്റുകളിലേക്ക് പിന്നീട് പോകുമ്പോൾ അത് നമ്മുടെ സമൂഹത്തിനും നമ്മുടെ റിലേഷൻഷിപ്പുകളിലും ഫാമിലിയിലൊക്കെ തന്നെ വലിയ നഷ്ടം ഉണ്ടാക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ എന്താ പറയുക, ഈ ക്ഷമിക്കുക അല്ലെങ്കിൽ മറക്കുക എന്നുള്ള രീതിയിൽ കാണുമ്പോൾ അതിൻ്റേതായിട്ട് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിൽ അത് യൂസ് ഉണ്ട് എന്നുള്ളത് വസ്തുതയാണെങ്കിൽ പോലും നമ്മുടെ ഒരു സൊസൈറ്റി അറ്റ് ലാർജ് എന്നുള്ള നിലയിൽ ചിന്തിക്കുമ്പോൾ അത് വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ ക്ലസ്റ്റർ ബി പേഴ്സണാലിറ്റി ഡിസോർഡർ പോലുള്ള ആൾക്കാർക്ക് അവർ വീണ്ടും ഇത്തരത്തിലുള്ള വയലൻ്റ് ആയിട്ടുള്ള ബിഹേവിയർ തുടർന്നും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ബൈപ്പോളാർ മാനിക് സ്റ്റേറ്റിലുള്ള ആൾക്കാരും ഇത്തരത്തിലുള്ള ബൈപ്പോളാർ 1 വളരെ വയലൻ്റ് ആയിട്ടുള്ള ആക്റ്റുകളിലേക്ക് ഇടപെടുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ മെൻ്റൽ ഹെൽത്തുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഇതിന് വലിയ രീതിയിലുള്ള ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യമാണ്. അതോടൊപ്പം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത നാളുകളിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചർച്ചയാണ് സിനിമകൾ ഇതിനെ സ്വാധീനിക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ ഒരാളുടെ ഉള്ളിൽ ഒരു അഗ്രസീവായിട്ടുള്ള ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടാവാം, അതിന് സിനിമ സ്വാധീനിക്കുന്നുണ്ടാവില്ല. അത് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ ഡ്രഗ് അഡിക്ഷൻ ആയിരിക്കാം, വേറെ എന്തെങ്കിലും മറ്റ് പാരാമീറ്റേഴ്സ് ആയിരിക്കാം. പക്ഷേ ആ അഗ്രസീവായിട്ടുള്ള ഇൻസ്റ്റിങ്ക്റ്റ് ഏത് രീതിയിലാണ് ആക്ട് ചെയ്യണം, അല്ലെങ്കിൽ അത് വർക്കൗട്ട് ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ആ ഒരു കണ്ടൻറ്റ് ഇവർക്ക് പലപ്പോഴും ലഭിക്കുന്നത് ഇത്തരത്തിലുള്ള സിനിമകളിലാണ് എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ ഒന്ന് ഡീപ്പായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ കഴിയുന്നൊരു വസ്തുതയാണ്. അപ്പോൾ അവരുടെ ഉള്ളിലുള്ള അഗ്രസീവായിട്ടുള്ള ഇൻസ്റ്റിങ്ക്റ്റ് ഏത് രീതിയിൽ പ്രകടിപ്പിക്കണം എന്നുള്ളതിനുള്ള പല രീതിയിലുള്ള സൂചനകളും അറിവുകളും മെത്തേഡുകളൊക്കെ തന്നെ ഈ സിനിമകളിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ സിനിമകളൊക്കെ തന്നെ ഇപ്പം ഒരാളെ നന്നാക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി അവരുടെ വൈൽഡായിട്ടുള്ള അല്ലെങ്കിൽ അനിമലായിട്ടുള്ള ഇൻസ്റ്റിങ്ക്റ്റിനെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുകയും അവരുടെ ലൈഫിനെ കൂടുതൽ നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുകയും ചെയ്യുന്നതായിട്ടാണ് നമ്മുടെ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ നിന്ന് പലപ്പോഴും നമുക്ക് ചുറ്റും കാണുന്ന പല സന്ദർഭങ്ങളിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അത് നിരാകരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് എങ്കിലും അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആ ഒരു ഏരിയ നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാനായിട്ട് കഴിയില്ല എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ പല അഗ്രസീവ് ഇൻസ്റ്റിങ്ക്റ്റും അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന അത് വഴിയാണ് അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ക്രിമിനൽ ആക്റ്റുകളിലേക്കൊക്കെ പോകുന്നത് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രിവെൻഷൻ എന്നുള്ള നിലയിൽ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഏർലി സ്റ്റേജിൽ കണ്ടക്ട് ഡിസോർഡറൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ കുട്ടികളൊക്കെ ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ 18 വയസ്സിന് താഴെയുള്ള പ്രായത്തിൽ അവർ വീട്ടുകാർ പറഞ്ഞ അനുസരിക്കാതിരിക്കുക, പ്രത്യേകിച്ച് സാധനങ്ങൾ കാശുകളൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോവുക, അങ്ങനത്തെയൊക്കെ ബിഹേവിയേഴ്സൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാരൻസ് അല്ലെങ്കിൽ അവരുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാർ അത് പ്രത്യേകം അഡ്രസ്സ് ചെയ്യുകയും അത് കുറേ കൂടെ സീരിയസ് ആയിട്ടും എങ്ങനെ കുറേ കൂടെ ബെറ്റർ ആക്കാൻ പറ്റും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മറ്റുള്ളവർക്ക് ഹാംഫുൾ ആവാത്ത രീതിയിൽ എങ്ങനെ ആ ഒരു വ്യക്തിയെ ഇൻഡിവിജ്വലിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. അപ്പോൾ അത് സീരിയസ് ആയിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള വയലൻ്റ് ആയിട്ടുള്ള ആക്റ്റുകൾ ഒരു പരിധിവരെ ഒഴിവാക്കാനായിട്ട് കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.